എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. രക്തചാമുണ്ടിയെക്കുറിച്ചാണ് ഈ വീഡിയോ. പ്രധാന കുലദേവതയായി മൂവാരിമാർ ആരാധിക്കുന്നത് രക്തചാമുണ്ടിയെയാണ്. ഓരോ കഴകത്തിലും കഴകപ്പേരോടു കൂടിയാണ് ദേവി വിളിക്കപ്പെടുന്നത്. 1000 തെങ്ങിൽ ചാമുണ്ടി, കുട്ടിക്കര ചാമുണ്ടി, കിഴക്കേറ ചാമുണ്ടി, നീലങ്കൈ ചാമുണ്ടി, കുതിരകാളി എന്നിങ്ങനെയാണ് ആ പേരുകൾ. മലവെള്ളം പ്രളയം വിതച്ച നാട്ടിൽ പട്ടിണി നടമാടിയപ്പോൾ നാടും നാട്ടുകൂട്ടവും തമ്പുരാനെ തുണ വിളിച്ചു. കോലത്തിരി തമ്പുരാൻ അന്നപൂർണേശ്വരിയെ മനംനൊന്ത് വിളിച്ചു. അമ്മദേവിയും 6 ഇല്ലത്തമ്മമാരും ദൈവക്കപ്പലിൽ ആണ്ടാർവിത്തും ചെന്നെല്ലുവിത്തുമായി മലനാട്ടിലേക്ക് വന്നു. 1000 കുറ്റി വെടിക്കാരും യോഗി മക്കളും കൊങ്ങിണി മക്കളും ആ കപ്പലിൽ കയറിക്കൂടി. ദൈവക്കപ്പൽ 1000 തെങ്ങിൽ കടവെടുത്തു. തമ്പുരാനും പരിവാരങ്ങളും ദേവിയെ കരയിൽ പന്തലുയർത്തി പൂജിച്ചിരുത്തി. വൈദാഹം തീർക്കാൻ കൊത്തിക്കൊടുത്ത ഇളനീർ ദേവി പാനം ചെയ്തു. പിന്നെ എറിഞ്ഞ ഇളനീർ തൊണ്ട് ഉരുണ്ടുവന്ന 3/4 വട്ടം തനിക്ക് കുടികൊള്ളാൻ വേണമെന്ന് ഭഗവതി ആവശ്യപ്പെട്ടു. അങ്ങനെ അന്നപൂർണേശ്വരിക്ക് ചെറുകുന്നിൽ ക്ഷേത്രമൊരുങ്ങി. കൂടെ വന്ന ഭഗവതിമാരിൽ രക്തചാമുണ്ടി പൂജാപൂക്കൾ വാരുന്ന പൂവാരിമാർക്ക് പ്രിയങ്കരിയായി അവരുടെ കുലദേവതയായി മാറി. രൗദ്രമൂർത്തിയായ മുണ്ട്യൻ പറമ്പ് ചാമുണ്ടിയെ കാവുവട്ടത്തേക്ക് വരുന്നത് തടയുന്ന ദേവിയുടെ വയലാട്ടം ആയിരങ്ങളെ ആകർഷിക്കുന്ന കാഴ്ചയാണ്. ഭഗവതി പ്രസാദം കൊണ്ട് വിശപ്പാറിയ മൂവാരിമാരുടെ ആനന്ദം ചെമ്പും ചോറും എന്ന അനുഷ്ഠാനത്തോടെ ഇവർ കഴകങ്ങളിൽ ആചരിക്കുന്നത് കാണാം. രക്തചാമുണ്ടിയാണ് കുലദേവതയെങ്കിലും മറ്റനേകം തെയ്യങ്ങളും ഇവരുടെ കാവിൽ കുടികൊള്ളുന്നുണ്ട്. തായ്പരദേവത, വിഷ്ണുമൂർത്തി, ഭഗവതി, ഊർപ്പഴശ്ശി, വേട്ടക്കൊരുമകൻ, മടയിൽ ചാമുണ്ടി എന്നിവ അവയിൽ ചിലതാണ്. രക്തചാമുണ്ടി ചണ്ഡമുണ്ടാസുരന്മാരെ നിഗ്രഹിച്ച രൗദ്രമൂർത്തിയാണ്. വീഴുന്ന ചോരയിൽ നിന്ന് 1000 വീരന്മാർ ഉയർത്തുവരുന്നത് തടയാൻ രക്തം മുഴുവൻ കോരിക്കുടിച്ചതിനാൽ രക്തേ മുഴുകിയ ചാമുണ്ടിക്ക് രക്തചാമുണ്ടി എന്ന പേരുണ്ടായി. പെരിയാട്ടു ചാമുണ്ടി, കാരയിൽ ചാമുണ്ടി, പ്ലാവടുക്ക ചാമുണ്ടി, വീരച്ചാമുണ്ടി തുടങ്ങിയ പേരുകളിലും രക്തചാമുണ്ടി പരിലസിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.